ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ചാപ്റ്ററിലെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഓൾറെഡി ഫിനിഷ് ചെയ്തതാണ്. അപ്പോൾ ആ ചാപ്റ്ററിൽ നമുക്ക് ബാക്കി അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുള്ളതെന്ന് പറഞ്ഞത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചു പോയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറിങ് ഒക്കെ, അതായത് ഏത് രീതിയിലാണ് നമുക്ക് പബ്ലിക് എക്സാമിന് ക്വസ്റ്റ്യൻ വരിക. നമ്മൾ കുറേ കാര്യങ്ങൾ അതുപോലെ കാണാപ്പാടം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. നമുക്കറിയാം, പ്രത്യേകിച്ച് സയൻസ് സബ്ജക്റ്റുകൾ, അതായത് കെമിസ്ട്രി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഇതുപോലുള്ള സബ്ജക്റ്റുകൾ വെച്ചാൽ ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ കുറച്ചായിരിക്കും. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് ബോയ്സ് ലോ അല്ലെങ്കിൽ വാട്ട് ഈസ് ചാൾസ് ലോ, ആ രീതിയിൽ പോലും ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്താണ് വളരെ സാധ്യത കുറവാണ്. ചിലപ്പോൾ ചോദിക്കാം സ്റ്റേറ്റ് ദ ലോ ചോദിക്കാറുണ്ട്, സാധ്യത തീരെ തള്ളിക്കളയുന്നില്ല. എന്നിരുന്നാൽ പോലും അപ്ലിക്കേഷൻ ലെവലിൽ എന്താണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അപ്ലിക്കേഷൻ ലെവലിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാതെ ഒരുപാട് ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കുക, ആ ക്വസ്റ്റ്യനുകളൊക്കെ ആയിട്ട് പരിചയപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. ആ രീതിയിലാണ് നമുക്ക് വളരെ നന്നായിട്ട് എങ്ങോട്ട് എത്തിച്ചേരാൻ വേണ്ടി പറ്റുന്നത്, അതിന്റെ എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞു പോയ വർഷങ്ങൾ, അതായത് നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ളവർ, നിങ്ങളുടെ ചേട്ടന്മാരും അതുപോലെ തന്നെ ഏച്ചിമാരൊക്കെ പരിചയപ്പെട്ടു പോയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ അവർ എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ കഴിഞ്ഞ 2020, അതായത് ഈ വർഷം എഴുതിയ, ഈ വർഷത്തെ നിങ്ങളുടെ തൊട്ട് സീനിയർ ബാച്ച് എഴുതിയ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കിന്റെ ഫസ്റ്റ് ഒന്നാമത്തെ സെക്ഷനായിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതിൽ എ സെക്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ഇതാണ്, ഞാൻ വായിക്കാം, നോട്ട് ചെയ്ത് നോക്കുക, ശ്രദ്ധിക്കുക. ദ വോളിയം ഓഫ് 1 mole of any gas, the volume of 1 mole of any gas at STP. അതായത് STP സ്ഥിതി ചെയ്യുന്ന ഒരു മോൾ, ഏതെങ്കിലും ഒരു ഗ്യാസ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു വാതകം ആയിക്കോട്ടെ, ഒരു മോളിന്റെ വ്യാപ്തം എത്രയാണ്? അതാണ് ക്വസ്റ്റ്യൻ. ദ വോളിയം ഓഫ് 1 mole of any gas at STP. STP സ്ഥിതി ചെയ്യുന്ന ഏത് ഗ്യാസ് ആയാലും അതിന്റെ 1 മോളിന്റെ STP ചെയ്യാണെങ്കിൽ 1 മോളിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മൾ അവിടെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഏത് ഗ്യാസ് ആണെങ്കിലും അത് STP സ്ഥിതി ചെയ്യുന്നെങ്കിൽ, STP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, അത് STP സ്ഥിതി ചെയ്യുന്നെങ്കിൽ 1 മോളിന്റെ വോളിയം എത്രയാണെന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത്? 22.4 ലിറ്റർ ആയിരിക്കും. 22.4 ലിറ്റർ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? മോളാർ വോളിയം, മോളാർ വ്യാപ്തം എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊരു വാതകവും ഏതൊരു ഗ്യാസും അത് STPയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അത് എത്ര എടുത്തു കഴിഞ്ഞാൽ, 1 മോൾ എടുത്തു കഴിഞ്ഞാൽ അവയുടെ വ്യാപ്തം, വോളിയം എത്രയായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. ഇതാണ് ഒന്നാമത്തെ ആൻസർ. ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് 1 മാർക്ക് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ സെക്ഷനിൽ ബി സെക്ഷനിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. ബി സെക്ഷനിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, സെലക്ട് ദ ബോക്സ് ദ കറക്റ്റ് ഗ്യാസ് ലോ റിലേറ്റഡ് ടു ഗിവൺ സിറ്റുവേഷൻ. 1-2 സിറ്റുവേഷൻസ് താഴെ തരും, 1-2 സിറ്റുവേഷൻസ് താഴെ തരും. ആ സിറ്റുവേഷൻസുമായിട്ട് കറക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഗ്യാസ് ലോ ഏതാണ്? നമ്മൾ ഗ്യാസ് ലോസ് 3 ലോസ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? ബോയ്ൽസ് ലോ, അവഗേഡ്രോ ലോ ആൻഡ് ചാൾസ് ലോ. ഈ 3 ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ 3 ലോ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. 3 ബോക്സിലായിട്ട് ഒരു ബോക്സായിട്ട് ബോയ്ൽസ്, ചാൾസ്, അതുപോലെ തന്നെ അവഗേഡ്രോ, 3 ലോ അവിടെ തന്നിട്ടുണ്ട്. ബോയ്ൽസ് ലോ, ചാൾസ് ലോ, അവഗേഡ്രോ ലോ തന്നിട്ടുണ്ട്. പിന്നെയുള്ളത് AB എന്ന് പറഞ്ഞിട്ട് 2 സിറ്റുവേഷൻസ് ആണ്. AB എന്ന് പറഞ്ഞ 2 സിറ്റുവേഷൻസ് ഉണ്ട്. ആ സിറ്റുവേഷന് അനുയോജ്യമായ, ആ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ലോ ഏതാണ് നമ്മൾ എടുത്തെഴുതുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ഫസ്റ്റ് വൺ, ആദ്യത്തെ സിറ്റുവേഷൻ ഞാൻ വായിക്കുകയാണ്, ശ്രദ്ധിക്കണം. An inflated balloon kept at sunlight burst after some time. അതായത് ഊതി വീർപ്പിച്ച ഒരു ബലൂൺ എവിടെ വെച്ചിട്ടുണ്ട്? നമ്മൾ സൺലൈറ്റിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്? ബലൂൺ ബേസ്റ്റ് ചെയ്യാണ്, പൊട്ടിപ്പോവുകയാണ്. അപ്പോൾ ഈ പറയുന്ന സിറ്റുവേഷൻ, അതായത് ബലൂൺ പൊട്ടിപ്പോകുന്ന സിറ്റുവേഷൻ, ഈ 3-ൽ ഏത് നിയമവുമായി ബന്ധപ്പെടുന്നതാണ്? ഒരു ബലൂൺ ഊതി വീർപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഏത് കൂടുന്നുണ്ട്? താപനില കൂടുന്നുണ്ട്. താപനില കൂടുന്ന സമയത്ത് ഏത് കൂടി എവിടെ? അതിന്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം കൂടി, അതായത് V അനുപാതം T. താപനില കൂടി, ഏത് കൂടി എവിടെ? വോളിയം കൂടി. അപ്പോഴാണ് ബലൂണിന്റെ പൊട്ടിപ്പോയത്. ഇത് നമ്മൾ എവിടെയാ പഠിച്ചേ? വ്യാപ്തം എന്ന് പറയുന്നത് താപനിലയ്ക്ക് നേരനുപാതത്തിലാണ്. V proportion to T. വോളിയം ഈസ് ഡയറക്ട്ലി proportion to temperature. ഏത് ലോ ആണ് പറയുന്നത്? ചാൾസ് ലോ അല്ലേ? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ the volume of the gas is directly proportional to temperature in Kelvin scale. അതാണ് നമ്മൾ എവിടെ പഠിച്ചിരിക്കുന്നത്? ചാൾസ് ലോയിൽ പഠിച്ചിരിക്കുന്നത്. അതായത് മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ
മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ വ്യാപ്തം താപനിലയ്ക്ക് എന്താണ്? നേരനുപാതത്തിലാണ്. അതിപ്പോ ഒന്നാമത്തെ സിറ്റുവേഷൻ ഏതുമായിട്ട് ബന്ധപ്പെട്ടു? ചാൾസ് ലോ ആയിട്ട് ബന്ധപ്പെട്ടു. ഓക്കെ, അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. The size of an air bubbles rising from the bottom of an aquaria is increases. ശ്രദ്ധിക്കുക, ഒരു അക്വേറിയ പരിഗണിച്ചാല് പിന്നെ താഴ്ന്നു വരുന്ന ബബിൾസിന്റെ സൈസ് കൂടി വരുന്നു എന്നാണ് പറയുന്നത്. അതായത് ബോട്ടത്തിൽ നിന്നും ടോപ്പിലേക്ക് വരുന്ന ബബിൾസിന് കുറച്ച് കുമിളകൾ വരുന്ന കാണാൻ വേണ്ടി പറ്റും. ആ കുമിളകളുടെ സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടി വരുന്നു. അത് ഏത് നിയമമായിട്ട് ബന്ധപ്പെട്ടാണ്? ശ്രദ്ധിക്കുക, ഈ അക്വേറിയത്തിന്റെ താഴത്തെ ഭാഗം കൺസിഡർ ചെയ്താൽ അവിടെ പ്രഷർ, മർദ്ദം എന്ന് പറയുന്നത് പൊതുവെ എന്തായിരിക്കും? ഇവിടെ കുറച്ച് കൂടുതലായിരിക്കും. മർദ്ദം എന്താണ്? കൂടുതലായിരിക്കും. മുകളിലേക്ക് വരുമ്പോഴും മർദ്ദം എന്ത് ചെയ്യും? കുറഞ്ഞു വരും. മുകളിലേക്ക് വരുമ്പോൾ പുഴയാണെങ്കിൽ പോലും ഒരു പുഴയുടെ അടിത്തട്ടെടുത്താൽ അവിടെ മർദ്ദം എന്താണ്? കൂടുതലാണ്. നമ്മൾ മുകളിലേക്ക് വരുമ്പോഴും ഏത് കുറഞ്ഞു വരും? മർദ്ദം അല്ലെങ്കിൽ പ്രഷർ എന്ത് ചെയ്യാണ്? കുറഞ്ഞു വരിക. അപ്പൊ പ്രഷർ കുറയുന്നതിനനുസരിച്ച് ഇവിടെ ബബിൾസിന്റെ സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? ബബിൾസിന്റെ സൈസ് കൂടി വരുന്നുണ്ട്. ബബിൾസിന്റെ സൈസ് എന്താണ്? കൂടി വരികയാണ്. കുമിളകളുടെ വലിപ്പം കൂടി വരുന്നുണ്ട്. അപ്പൊ മർദ്ദം കുറയുമ്പോൾ വ്യാപ്തം എന്ത് ചെയ്യാണ്? കൂടുകയാണ്. മർദ്ദം കുറയുമ്പോൾ വ്യാപ്തം കൂടുന്നു എന്ന് പറഞ്ഞാൽ പി എങ്ങനെയാണ്? പ്രൊപ്പോർഷൻ ടു 1/v ആണ്. വിപരീത അനുപാതത്തിലല്ലേ? പി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു v ആണ്. വിപരീത അനുപാതത്തിലാണ്. ഒന്ന് കൂടുമ്പോൾ മറ്റെന്താണ് ചെയ്യുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒന്ന് കുറയുമ്പോൾ മറ്റേ എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പൊ ഏതുമായി ബന്ധപ്പെട്ടാണ്? ബോയിൽസ് ലോ അല്ലേ? അപ്പൊ ഒന്നാമത്തെ ആൻസർ കിട്ടിയ എന്താണ്? ചാൾസ് ലോ. രണ്ടാമത്തെ ആൻസർ കിട്ടിയ എന്താണ്? ബോയിൽസ് ലോ. നമുക്ക് കിട്ടിയ എത്ര? 2 മാർക്ക്. അടുത്ത നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മൂന്നാമത് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. സെയിം ഇയർ 2020 ചോദിച്ച മൂന്നാമത് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക. The molecular mass of methane CH4 is 16. അതിന്റെ molecular mass എത്രയാണ്? 16 ആണ്, 16 ആണ്. കാർബണിന്റെ 12 പ്ലസ് ഹൈഡ്രജൻ എത്രയാണ്? ഒരു ഹൈഡ്രജന് 4 ആണ്. ഇവിടെ 4 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 12 പ്ലസ് 4 എത്ര? 16. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദി മാസ് ഓഫ് 1 GMM ഓഫ് CH4? അതായത് ഒരു GMM CH4ന്റെ മാസ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. എന്താണ് GMM എന്ന് പറഞ്ഞാൽ? ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഇവിടെ CH4ന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ മോളിക്കുലർ മാസ് എത്രയാണ്? നമ്മൾ പറഞ്ഞു 16 ആണ്. അപ്പൊ മോളിക്കുലർ മാസിന് ഈക്വലന്റ് ആയിട്ട് തന്നെ ആ ഒരു കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ മോളിക്കുലർ മാസിന് ഈക്വൽ ആയിട്ട് നമ്മൾ എന്താണ് അത് എടുത്തിരിക്കുന്നു. അതായത് 16 ആണ് ഇതിന്റെ മോളിക്കുലർ മാസ്. നമ്മൾ എന്തെടുത്താല് 16 ഗ്രാം ഏതെടുത്താല് CH4 എടുത്താൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? 1 GMM എന്ന് വിളിക്കുക. ഒരു ശ്രദ്ധിക്കാതിന്റെ മോളിക്കുലർ മാസിന് ഈക്വലന്റ് ആയിട്ട് അത്രയും വെയിറ്റ് ആ കോമ്പൗണ്ട് എടുത്താലാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? GMM എന്ന് വിളിക്കുന്നത്. അപ്പോൾ 1 GMM CH4 എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ആയിരിക്കും? അത് 16 ഗ്രാം ആയിരിക്കും, 16 ഗ്രാം ആയിരിക്കും. അപ്പോൾ ഇതാണ് അതിന്റെ ആൻസർ. ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഇതാണ്. ശ്രദ്ധിക്കുക, അടുത്ത ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ ഇതാണ്. കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 160 ഗ്രാം CH4. 160 ഗ്രാം. 160 ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രദ്ധിക്കണം. കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 160 ഗ്രാം CH4. 160 ഗ്രാം CH4ലെ മോളിക്യൂൾസിന്റെ എണ്ണം കണ്ടെത്തുക. ഓക്കെ, എത്ര തന്മാത്രകൾ ഉണ്ട് നമ്മൾ കണ്ടെത്തണം. തന്മാത്ര എത്രയുണ്ട് കണ്ടെത്താൻ നമുക്കറിയാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യുക? മോൾസിന്റെ എണ്ണം കാണും, നമ്പർ ഓഫ് മോൾസ് കാണും. നമ്പർ ഓഫ് മോൾസ് ആണ് ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് എക്സാമിൽ ചെയ്യുമ്പോൾ ഓരോ സ്റ്റെപ്പ് ആയിട്ട് എടുത്ത് ചെയ്യേണ്ടതാണ്. ഈ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നോട്ടിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ശ്രദ്ധിക്കുക, ഫസ്റ്റ് മോൾസ് കാണാൻ വേണ്ടിയിട്ട് ഗിവൺ മാസ് ഡിവൈഡ് ബൈ എന്താണ്? മോളിക്കുലർ മാസ്. ഗിവൺ മാസ് ഡിവൈഡ് ബൈ ഗ്രാം മോളിക്കുലർ മാസ്. അതിന്റെ മോളിക്കുലർ മാസ് ഗ്രാമിലാണ് നമ്മൾ കാണുക, അതുകൊണ്ടാണ് ഗ്രാം മോളിക്കുലർ മാസ്. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് പോയ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ മോൾസിന്റെ എണ്ണം കാണാൻ ഗിവൺ മാസ് എത്രയാണ്? 160 ആണ്. 160 ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് 60 എത്ര കിട്ടി? 10 കിട്ടി. 10 എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് മോൾസ് ആണ്. 10 മോൾസ്. അപ്പോൾ 10 മോൾസ് കിട്ടിയാൽ ആൻസർ ആയിട്ടില്ല. 10 മോൾസ് എന്ന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ദെൻ ക്വസ്റ്റ്യൻ എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ്. 10 മോൾസ് കിട്ടിയാൽ മോളിക്യൂൾസ് എണ്ണം കാണാൻ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ സംഖ്യ. 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. ഇതാണ് അതിന്റെ ആൻസർ വരിക. ഇതാണ് അതിന്റെ ആൻസർ. 2 ക്വസ്റ്റ്യൻ ആൻസർ ആയി. സി ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രദ്ധിക്കുക. What is the mass of 5 into 6.022 into 10⁻23 CH4 molecules? അതായത് 5 into 6.022 into 10⁻23. ഇത്രയും എണ്ണം ഇതെന്താണ്? മോളിക്യൂൾസ് എണ്ണമാണ്. ഇത്രയും എണ്ണം മോളിക്യൂൾസിന്റെ ഏതാണ് ചോദിച്ചിരിക്കുന്നത്? മാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ
മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും എണ്ണത്തിന്റെ മാസ് കണ്ടുപിടിക്കണം. ഇതാ ഇത്രയും എണ്ണത്തിന്റെ മാസ് എന്ന് പറയുന്നത് നമുക്കറിയാം മോൾ ഇൻറ്റു എന്താണ്, മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ ആണ് അതിന്റെ മോളിക്യൂൾസിന് എണ്ണം എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണ്, നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നുണ്ട്, ഇവിടെ മോൾസ് കിട്ടിയിട്ടുണ്ട്. മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് കണ്ടുപിടിക്കാം, ഇവിടെ മാസ് കണ്ടുപിടിക്കാനോ. ഇവിടെ എങ്ങനെയാ നമ്മൾ മോള് കണ്ടുപിടിച്ചേ, ഗിവൺ അളവിനെ എന്ത് ചെയ്തു, നമ്മൾ മോളിക്കുലാർ മാസ് കൊണ്ട് ഹരിച്ചു. അപ്പോഴാണ് ഏത് കിട്ടിയത്, മോൾസിന്റെ എണ്ണം കിട്ടിയത്. ഇവിടെ നമുക്ക് എന്തുണ്ട്, മോൾസ് ഉണ്ട്, 5 മോൾസ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സാധനം മോൾസ് അവിടെ തന്നിട്ടുണ്ട്. ഏതാ കണ്ടുപിടിക്കണ്ടേ, ഇവിടെ ഈ പറയുന്ന 160, നേരത്തെ കേസ് 160 ആയിരുന്നു, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്താൽ മതി, നമ്മള് ഇതാ ഇത് കണ്ടുപിടിക്കണം. ഡിവൈഡ് ബൈ എത്രയാണ്, മോളിക്കുലാർ മാസ് 16 ആണ്. എത്ര കിട്ടിയിട്ടുണ്ട്, 5 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ, ഈ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, 16 ഇപ്പുറത്തേക്ക് എടുക്കും. അപ്പോൾ 16 × 5 എത്ര കിട്ടി, നമുക്ക് 80 ഗ്രാം, 80 ഗ്രാം ആൻസർ കിട്ടും. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായി, ആൻസർ ആയി. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, 3 മാർക്ക് സ്കോർ ചെയ്തു. അപ്പൊ ഇവിടെ 3 മാർക്ക്, നേരത്തെ ക്വസ്റ്റ്യൻ 2 മാർക്ക്, തൊട്ട് മുമ്പ് എത്ര, 1 മാർക്ക്, ടോട്ടൽ എത്രയും 6 മാർക്കിന് നമ്മൾ ഈ ഒരൊറ്റ കഴിഞ്ഞ വർഷം ഈ ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് 6 മാർക്കിന് നമുക്ക് എന്തുണ്ട്, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ നമുക്കിനി കഴിഞ്ഞു പോയില്ല, അതിന് മുമ്പത്തെ നിങ്ങളുടെ 2020 അല്ല, അതിന് മുമ്പുള്ള 2019, 18, 17 ആ വർഷങ്ങളൊക്കെ ചോദിച്ചില്ല ചില ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു പോകാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, അവിടെ നോട്ട് ചെയ്ത് വെക്കുക. Atomic mass of nitrogen. Atomic mass of nitrogen. Nitrogen is 14. എത്രയാണ്, 14 ആണ്. നൈട്രജന്റെ അറ്റോമിക് മാസ് പറയുന്നത് 14 ആണ്. Then ക്വസ്റ്റ്യൻ ഇതാണ്, in which sample contain 6.022 into 10⁻23 nitrogen atoms. കുറച്ച് 2-3 സാമ്പിൾ താഴെയുണ്ട്, ശ്രദ്ധിക്കുക. 7 gram നൈട്രജൻ, 14 gram nitrogen, 28 gram nitrogen, 1 gram nitrogen. ഇവിടെ ഇങ്ങനെ 4 സാമ്പിളുകളുണ്ട്. 7 gram nitrogen, 14 gram nitrogen, ഈ 28 gram nitrogen, 1 gram nitrogen. ഈ സാമ്പിളുകളിൽ ഏത് സാമ്പിളിലാണ് 6.022 into 10⁻23 എണ്ണം ഏത് അടങ്ങിയിരിക്കുന്നത്, നൈട്രജൻ ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കുക, ഇതിലാണ് നമുക്ക് ഏത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത്രയും എണ്ണം, ഇത്രയും അവഗാഡ്രോ നമ്പർ ഉണ്ടെങ്കിൽ ഈ അവഗാഡ്രോ നമ്പർ ആണ്. അപ്പൊ നമ്പർ ഉണ്ടെങ്കിൽ ഏതാണ് ഉത്തരം നോക്ക്, ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കറിയാം 6.022 into 10⁻23 എണ്ണമാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, 1GA എന്ന് വിളിക്കുക. അതിനാണ് നമ്മൾ ഗ്രാം അറ്റോമിക് മാസ് വിളിക്കുക. 1 ഗ്രാം അറ്റോമിക് മാസ്. 1 ഗ്രാം അറ്റോമിക് മാസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന്റെ അറ്റോമിക് മാസിന് ഇക്വലന്റ് ആയിട്ട് ഏതെടുത്താലാണ് എന്ത് കിട്ടുക, 1GA എന്ന് കിട്ടുക. അപ്പൊ എത്രയാണ്, 14 ഗ്രാം നൈട്രജൻ. 14 ഗ്രാം നൈട്രജൻ എടുത്താലാണ്, ശ്രദ്ധിക്കുക, അതിന്റെ മോളിക്കുലാർ മാസ് എത്രയാണ്, അറ്റോമിക് മാസ് എത്രയാണ്, 1 ആണ്. അപ്പോൾ നൈട്രജന്റെ അറ്റോമിക് മാസിന് ഈക്വലന്റ് ആയിട്ട് കറക്റ്റ് അതിന് ഈക്വൽ ആയിട്ട് തന്നെ ഏതെടുക്കുകയാണ്, നൈട്രജൻ എടുക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇത്രയും എണ്ണം 6.022 into 10⁻23 എണ്ണം ഏത് കിട്ടുന്നത്, നമ്പർ ഓഫ് ആറ്റംസ് കിട്ടുന്നത്. ഇനി അതുപോലെ മറ്റൊരു ശ്രദ്ധിക്കുക, 28 ഗ്രാം. 28 ഗ്രാമിലാണെങ്കിൽ അവിടെ ആറ്റങ്ങളുടെ എണ്ണം എന്തായിരിക്കും, 28 ഡിവൈഡ് ബൈ എന്താണ് അതിന്റെ അറ്റോമിക് മാസ്. അറ്റോമിക് മാസ് 14 ആണ്. അപ്പൊ എന്ത് കിട്ടി, 2 മോൾ എന്ന് കിട്ടി. അപ്പൊ ഇവിടെയുള്ള 28 ഗ്രാം നൈട്രജന്റെ സാമ്പിൾ എടുത്താൽ എത്ര കിട്ടും, ഇവിടെ 2 into അവഗാഡ്രോ സംഖ്യ, 2 into 6.022 into 10⁻23 എണ്ണം കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ. പിന്നെ അറ്റോമിക് മാസ് 14 ആണ്. 14 ഗ്രാം തന്നെ ഏതെടുത്താൽ, നൈട്രജൻ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, 6.022 into 10⁻23 എണ്ണം ഏത് കിട്ടുന്നുണ്ട്, അവിടെ നമ്പർ ഓഫ് ആറ്റംസ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ അതാണ്. അതുപോലെ അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക, നോട്ട് ചെയ്ത് നോക്കുക. ഫൈൻഡ് ഔട്ട് ദി നമ്പർ ഓഫ് മോൾസ്. ഫൈൻഡ് ഔട്ട് ദി നമ്പർ ഓഫ് മോൾസ് ഇൻ 400 gram CaCO3 കാൽസ്യം കാർബണേറ്റ്. ഓക്കെ, നമ്മൾ ആരും പിന്നെ എന്താ പറയാ ചങ്ക്സ് സിനിമയിലൊക്കെ ഒന്നും നമ്മൾ പോണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ CaCO3 കാൽസ്യം കാർബണേറ്റ് ആണ്. ശ്രദ്ധിക്കുക, 400 gram കാൽസ്യം കാർബണേറ്റ്. ഓക്കെ, അപ്പോൾ കാൽസ്യം കാർബണേറ്റ്, മാർബിൾ, ചുണ്ണാമ്പ് എന്നൊക്കെ പറയും. അപ്പോൾ കാൽസ്യം കാർബണേറ്റിന്റെ എത്ര തന്നിട്ടുണ്ട്, 400 gram കാൽസ്യം കാർബണേറ്റ് തന്നിട്ടുണ്ട്. ഏതാ കണ്ടുപിടിക്കേണ്ടത്, ഇതിന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്, ഗിവൺ മാസ്. ഗിവൺ മാസ് പറഞ്ഞത് 400 ഡിവൈഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. കാൽസ്യം കാർബണേറ്റിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണം. അവിടെ ബ്രാക്കറ്റ്, ക്വസ്റ്റ്യന്റെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്, സൂചനയായിട്ട് തന്നിട്ടുണ്ട്. കാൽസ്യത്തിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 20 ആണ്.
കാർബണിൻ്റെത് 12 ആണ്, ഓക്സിജൻ എത്രയാണ് 16 ആണ്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? കാൽസ്യം, ഒരു കാൽസ്യം ഉണ്ട് 20 പ്ലസ് ദെൻ കാർബൺ 12 പ്ലസ് ഓക്സിജൻ എത്രയുണ്ട്? 3 ഓക്സിജൻ ഉണ്ട്. ഒരു ഓക്സിജന്റെ ആണ് 16. അപ്പൊ 3 ഓക്സിജൻ 16 ഇൻറ്റു 3 എത്ര? 48. കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 48ഉം 12ഉം 60. ജസ്റ്റ് ശ്രദ്ധിക്കുക. കാൽസ്യത്തിന് എന്ന് പറഞ്ഞത് 40 ആണ്. അതിന്റെ അറ്റോമിക് നമ്പർ ആണ് എത്ര? 20. മാസ് നമ്പർ എത്രയാണ്? മാസ് എത്രയാണ്? 40 ആണ്. അപ്പോ 40. ഓക്കെ, അപ്പൊ 40 പ്ലസ് 12 പ്ലസ് 48 എന്ന് കിട്ടി നമുക്ക് 130. അതിന്റെ മോളിക്കുലർ മാസ് എത്രയാണ്? 100. അപ്പോ 400 ഡിവൈഡ് ബൈ 100 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 4 എന്ന് കിട്ടി. നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 4 ആണ്. കിട്ടിയല്ലോ, ആൻസർ കിട്ടിയല്ലോ. ഇതിലത്തെ മോളിക്യൂൾസിന് എണ്ണത്തെ ആയിരിക്കും 4 ഇൻറ്റു അവകാഡ്രോ സംഖ്യ. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ഗിവൺ കോമ്പൗണ്ട്സ്. താഴെ തന്നിരിക്കുന്ന കോമ്പൗണ്ട്സിലെ നമ്പർ ഓഫ് മോളിക്യൂൾസ്, എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ശ്രദ്ധിക്കുക. ഇതിന്റെ എക്സാമ്പിൾ ഇതാണ്. ഒന്നാമത് 22.4 ലിറ്റർ CO2 at STP. താഴെ തന്നിരിക്കുന്ന ഒന്നാമത്തെ എക്സാമ്പിൾ ഇതാണ്. 22.4 ലിറ്റർ CO2 അത് ഇതിലാണ്, STP യിലാണ്. ആ STP യിലുള്ള 22.4 ലിറ്റർ CO2 ഏതാ കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് ക്ലൂ. അതിന്റെ വ്യാപ്തം അല്ലെങ്കിൽ അതിന്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത് എത്രയാണ്? 22.4 ലിറ്റർ ആണ്. അപ്പോ 22.4 ലിറ്റർ ആണ് CO2 ഏത് വോളിയം എന്ന് പറയുന്നത്. മറ്റൊരു സാധനം കൂടിയുണ്ട് STP. നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? STP സ്ഥിതി ചെയ്യുന്ന ഏതൊരു ഗ്യാസിന്റെയും വോളിയം 22.4 ലിറ്റർ ആവൽ എപ്പോഴാണ്? അത് എത്ര എടുത്താലാണ്? 1 മോൾ എടുത്താലാണ് അല്ലെ? ഏതൊരു ഗ്യാസും STP സ്ഥിതി ചെയ്യുമ്പോൾ അത് 1 മോൾ എടുത്താലാണ് അതിന്റെ വോളിയം എന്ത് വരിക? 22.4 ലിറ്റർ വരിക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെയുള്ള നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 1 അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഇവിടുന്ന് കിട്ടി, ഇവിടുന്ന് ആൻസർ കിട്ടി എത്രയാണ്? 1 ആണ്. ശ്രദ്ധിക്കുക, ഏതൊരു ഗ്യാസും അത് CO2 ആയിക്കോട്ടെ, O2 ആയിക്കോട്ടെ, N2 ആയിക്കോട്ടെ, SO2 ആയിക്കോട്ടെ, ഏതൊരു ഗ്യാസും അത് STP സ്ഥിതി ചെയ്യുമ്പോൾ എത്ര എടുത്താല് 1 മോൾ എടുത്താലാണ് അതിന്റെ വോളിയം എന്ത് വരിക? 22.4 ലിറ്റർ വരിക. അപ്പൊ ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? 22.4 ലിറ്റർ ആണ് അതിന്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പൊ എത്ര എടുത്തിട്ടുണ്ട്? അത് 1 മോൾ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് കിട്ടിയല്ലോ. എത്രയാണ്? 1 ആണ്. ദെൻ മോളിക്യൂൾസിന്റെ എണ്ണം, നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണ്? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവകാഡ്രോ സംഖ്യ. അപ്പോൾ 1 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. ആൻസർ കിട്ടിയില്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി. സെക്കൻഡ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രദ്ധിക്കുക. 4 ഗ്രാം H2, 4 ഗ്രാം H2, 4 ഗ്രാം ഹൈഡ്രജൻ. 4 ഗ്രാം ഹൈഡ്രജന്റെ 4 ഗ്രാം ഹൈഡ്രജൻ അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഹൈഡ്രജന്റെ ഫസ്റ്റ് നമ്മളിവിടെ കാണുന്നത് ഹൈഡ്രജന്റെ മോളിക്കുലർ മാസ് കാണും. ഇവിടെ ഹൈഡ്രജൻ ആറ്റം അല്ല, H2 എന്ന് പറയുന്നതാണ് ഹൈഡ്രജന്റെ മോളിക്യൂൾ ആണ്. H2 എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്നതാണ്. അപ്പോൾ എന്താണ്? ഹൈഡ്രജന്റെ മോളിക്യൂൾസ് ആണ്, തന്മാത്രയാണ്. ആറ്റങ്ങൾ കൂടിച്ചേർന്നാണ് ഏതുണ്ടാവുക? തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂൾസ് ഉണ്ടാവുക. 2 ഹൈഡ്രജന്റെ ആറ്റങ്ങൾ കൂടിച്ചേർന്നത് ഒരു തന്മാത്രയാണ്, അല്ലെങ്കിൽ എന്താണ്? അതൊരു മോളിക്യൂൾ ആണ്. അപ്പൊ H2ന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ H2ന്റെ മോളിക്കുലർ മാസ് എന്തായിരിക്കും? ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ആണ്. അതവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടാവും, 1 ആണ്. അപ്പൊ 1 ഇൻറ്റു 2 എത്ര കിട്ടി നമുക്ക്? 2 ആണ് കിട്ടി. എന്താണ് അതിന്റെ മോളിക്കുലർ മാസ്? മോളിക്കുലർ മാസ് 2 ആണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ ഗിവൺ മാസ് 4 ആണ്. ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് എത്ര? 2 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. 2 എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് മോൾസ്. 2 മോൾസ് ആണ്. അതിന്റെ ഏത് കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണം. എന്താ വേണ്ടത്? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവകാഡ്രോ സംഖ്യ. അപ്പൊ 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവരുടെ ഒക്കെ ആൻസർ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒക്കെ എന്താണ്? കഴിഞ്ഞു പോയിട്ടുള്ള വർഷങ്ങളിൽ നമ്മുടെ SLC പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് ഏത് വരിക? ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ സ്വാഭാവികമായും നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാപ്റ്റർ കുറച്ചും കൂടി സിമ്പിൾ ആക്കി മാറ്റാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം ഇതാണ്. പരമാവധി പറ്റാവുന്നിടത്തൊക്കെ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ പൂൾസ് നോക്കി എന്ത് ചെയ്യുക? നമ്മുടെ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക. ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? ചെയ്ത് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം? ഈ ചാപ്റ്റർ നമുക്ക് കൈവശപ്പെടുത്തി എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.